Hair Elixir presents My G Future Star Magic. ഷാജൻ ചേട്ടാ, ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണ കൂട്ടത്തിലാണോ? അതെ അതെ തീർച്ചയായും. അറ്റ് ദ സെയിം ടൈം ഈ മൊബൈൽ ഫോൺ ഒരു ദിവസം എത്ര മണിക്കൂർ ഉപയോഗിക്കും? വിളിക്കാനോ അങ്ങനെ ചാറ്റ് ചെയ്യാനൊന്നുമില്ല. ഞാൻ കൂടുതൽ യൂട്യൂബ് അതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട്, ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസും അതെ അതെ കാണാനായിട്ടാണ്. അല്ല ചാറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല, ചാറ്റിങ്ങിന് വളരെ കുറവാണ്. പിന്നെ ചേട്ടാ, ഇന്ന് മേക്കപ്പ് റൂമിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു കോൺവെർസേഷൻ കേട്ടല്ലോ. എന്നുവെച്ചാൽ നമ്മുടെ മരിച്ച ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം ഈ ഫോൺ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല ഒരുപാട്. പക്ഷെ പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തിനെ വിളിക്കണമെങ്കിൽ ഒരു പൊതുശല്യമായിട്ടൊരാൾ ഒരു കാര്യമില്ലാതെ വിളിക്കാൻ, നിസ്സാരപ്പെട്ട കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുക, നടത്തി തരാൻ പറയുക, അങ്ങനത്തെ ആള് ഭയങ്കര ബുദ്ധിമുട്ടിക്കണ ഒരാള്. സാറിനൊന്ന് കിട്ടുമോ? ഇല്ല. അതെന്താ? സാറ് അവിടെ പ്രധാനമന്ത്രിയുമായിട്ടൊരു ചർച്ചയിലാണ്. എന്നാ പ്രധാനമന്ത്രിയുടെ നമ്പർ തരാമോ നീ? വായിച്ചു കേട്ട ഒരു കഥയാ. വേറെ സാധനമുണ്ട്. വാട്സപ്പ് ഒക്കെ വരുന്ന സമയത്ത് ഞാനും തങ്കച്ചനൊക്കെ ഉണ്ട്. അപ്പൊ തങ്കച്ചന് ഈ അങ്ങോട്ടൊരു മെസ്സേജ് അയക്കുക, ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കാൻ മാത്രം അത് അറിയാവുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അപ്പൊ തങ്കച്ചൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, എടാ നിന്റെ വാട്സപ്പിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചപ്പോഴേ, നീയും രാജേഷ് കടവന്തറ പറയണത് എനിക്ക് കേൾക്കാന്ന്. അതായത് ഗ്രൂപ്പിൽ വരുന്നതാണല്ലോ. ഇത് തങ്കു ഇതുകൊണ്ട് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ സാധനമുണ്ട്. ഇതേ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ വേറൊരുത്തൻ, അപ്പൂപ്പൻ മരിച്ചുപോയി, അപ്പൂപ്പൻ യാത്രയായി എന്ന് പറഞ്ഞ് ഞാനൊരിതം ഇട്ട്. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ ഹാപ്പി ജേണിന്ന്. അല്ല പരിപാടി പാലി ഇത്ര പണ്ഡിതനായ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എടാ നീ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ വേറെ ലെവലടാ. ഞാൻ നേരായിട്ടൊരു കാര്യം പറയട്ടെ. ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് 2000 രൂപ ഒരു കൂട്ടുകാരൻ അവനെ പറ്റിച്ച്. അത് ശരിയാണ്, സത്യം. അല്ലാന്ന് പറയുവാണെങ്കിൽ അതിന് ക്ലാരിറ്റിയും കൂടെ കൊടുക്കാം. തങ്കു വിചാരിച്ചു ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അക്കൗണ്ട്, ഇതിന്റെ ഇടയ്ക്ക് അക്കൗണ്ട് വന്നല്ലോ. ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ 2000 രൂപ പോലും കൊടുത്തു. ഞാൻ 2000 രൂപ കൊടുത്തോളൂ. അടിമാലി എല്ലാ മാസവും 2000 രൂപ അയച്ചു കൊടുത്തോണ്ടിരിക്കുക. ഉല്ലാസേട്ടൻ ഫേസ്ബുക്ക് എന്താണെന്ന് അറിയാൻ പറ്റാറുണ്ട്. ഫേസ്ബുക്ക് ഒന്ന് കേട്ടിട്ടുണ്ട്. പുള്ളി പെട്ടിക്കടയിൽ പോയിട്ട് ഫേസ്ബുക്ക് ചോദിച്ചേക്കണം. ഇവനെ കോമഡി നശീകരണ യന്ത്രമായി പ്രഖ്യാപിച്ചാൽ ഉണ്ടാക്കി കഥ പറയാണ്ട് ഞാൻ ശരിക്കും ചോദിക്കാം. ഞങ്ങള് ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പെൺകുട്ടികൾക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ക്യാമ്പസിലും ഒന്നും പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് മൊത്തം ഭയങ്കര ഉടായിപ്പായിരുന്നു. ഞാനും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നോക്കിയ ഒരു കീപാഡ് സെറ്റില്ലേ, അത് ആരുടെയോ എവിടെന്നോ ഒരു ഫോൺ കിട്ടി. ഞങ്ങൾ 100 പെമ്പിള്ളേർ ഈ ഒറ്റ ഫോണേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർക്ക് പേഴ്സണൽ യൂസിന് പറ്റില്ല. അപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഞങ്ങൾ ഈ കീപാഡിൽ രണ്ട് നമ്പർ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കോൾ ചെയ്യും. ഇപ്പൊ ഞാൻ 2 നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആള് 2 നമ്പർ പറയും. അങ്ങനെ 5 പേര് 2 നമ്പർ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ വിളിക്കും. എന്നിട്ട് പറ്റിക്കായിരുന്നു. ലാസ്റ്റ് ഫോൺ പോയത് എൻ്റെ ഒരു അമ്മാവനായിരുന്നു. അങ്ങനെ നിർത്തി. ശരിക്കും ആരുടെ കയ്യിൽ ആദ്യമായിട്ട് ഫോൺ ഇറങ്ങുമ്പോ ആൾക്കാർ കാണാൻ ഫ്രണ്ടിൽ ചെന്നിട്ട് എന്റെ ഡിസ്പ്ലേ കാണാൻ വേണ്ടി ഇങ്ങനെ അതെ ലൈറ്റ് ഒക്കെ കത്തുന്ന സമയത്ത് എല്ലാരും നോക്കുമല്ലോ. അപ്പൊ അന്നത്തെ ഫോണിൽ മെനു ഒന്നും ഇങ്ങനെ ഇത് കാണിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് എന്റെ ഭാര്യ എടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കോടാ, മീനു അല്ലേ നിന്റെ പുതിയ ലൈനെന്ന്. എനിക്ക് പ്രത്യേകിച്ച് പറയാം, ഞാൻ ഫോൺ അങ്ങനെ ഉപയോഗിക്കാറില്ല. അത്യാവശ്യം എൻ്റെ മാനേജറാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാനിവിടെ ഇപ്പൊ ഈ ബിനീഷ് ബാസ്റ്റിൻ ചേട്ടനെന്ന് അങ്ങനെ പറയുമ്പോ പ്രായം കുറയുമല്ലോ പുള്ളി. ഒരു സൈക്കോളജിക്കൽ വിക്സ്. പുള്ളിക്ക് 5 ലൈൻ ഉണ്ടായിരുന്നു ടീമിന്. അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ഇങ്ങനെ സമയം കളിയുക, കഷ്ടപ്പെടുക. അങ്ങനെ അവസാനം വാട്സപ്പിലേക്ക് 5 പേരെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആഡ് ചെയ്ത് എന്നിട്ടൊരു ഹായ് ഇട്ട്. ഈ കഥയുടെ വേറെ വേർഷനാണ് നമ്മൾ പറയണേ അല്ലേ? അതെ, 5 പോയിന്ന് ഇവിടെ തൊണ്ടാക്കിയതല്ലേ. ഞാൻ ഇത് വെച്ചാലും കൊണ്ട് അവിടെ ഒന്നും കേട്ടില്ല. ഇത് നടന്ന സംഭവം, ഇത് കോമഡി ആയിട്ട് ആരും കരുതണ്ട. അല്ലേലും നീ പറഞ്ഞ ഞങ്ങളൊന്നും കോമഡി ആയിട്ട് കരുതാറില്ല. കൊച്ചിയിൽ ഫോൺ എടുക്കുന്നത് 5 പേരിൽ ഒരാൾ ഞാനായിരുന്നു ആദ്യമായിട്ട്. അൽക്കാട്ടൽ DP എന്ന് പറഞ്ഞ ഫോൺ എടുക്കുന്നത്. പെൻഡാമേനൊക്കെ പോയിട്ട് 9 പ്രാവശ്യം കണ്ട് 10ാം പ്രാവശ്യം ഫോൺ എടുത്ത്. അപ്പോൾ ഇൻകമ്മിങ്ങിനൊക്കെ പൈസ ഉണ്ട്. ഒരു ദിവസം പണി കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ നിറച്ച ആൾക്കാർ, ഞാൻ മേടിച്ചു പോയി ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നത്. നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അമ്മച്ചിയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നത്. വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു പേപ്പർ വന്നിട്ടുണ്ട് വീട്ടിൽ. പോസ്റ്റ് ബാങ്ക് കൊണ്ടുവന്ന് വന്നതാ. കാര്യം അന്വേഷിച്ചപ്പോൾ വക്കീൽ നോട്ടീസ് വന്നേക്കണ്. പോസ്റ്റ്പെയ്ഡ് കൺസെൻറ്റിൻ്റെ ബില്ലടക്കാനുണ്ട്. അന്നൊക്കെ വക്കീൽ നോട്ടീസ് വരിക എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. പിന്നെ കുഴപ്പമില്ല, കൂസലില്ലല്ലേ?
ഇന്നിപ്പോ വന്നാലും ഇന്ന് കൂസലില്ല. കൂസലില്ല. അന്ന് കൊച്ചിയിൽ ആദ്യമായിട്ട് വക്കീൽ നോട്ടീസ് വന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട് ടീമിന്. അപ്പൊ കൊച്ചിയിൽ വേറെ അഡ്വക്കേറ്റ്മാരൊന്നും ഇല്ലായിരുന്നോ ജോലിയിലെ? നിന്നോട് സംസാരിക്കാൻ എന്നെ ആളല്ല. അതല്ല, അത് കഴിഞ്ഞ ഫോണെല്ലാം പഠിച്ചതിന് ശേഷം ഒരുപാട് ശല്യമാവുന്ന നമുക്ക് ഫോണുണ്ട്. ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ച്. എനിക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയാൻ പാടില്ല. അപ്പം മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഫോൺ എടുക്കണ്ട എന്ന കോണ്ടാക്ട് എടുത്തിട്ട് ഇങ്ങനെ ഫോൺ എടുക്കണ്ട എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യും. അപ്പൊ ആദ്യം ചെറിയ ശല്യമുള്ള ആൾക്കാരെ ഫോൺ എടുക്കേണ്ടത്, അതിലും വലിയ ശല്യമുള്ള ആൾക്കാരെ ഞാൻ എന്താ പറയാ, ഒരിക്കലും ഫോൺ എടുക്കണ്ട. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ വല്ല തിരക്കിലേക്ക് വെക്കുമ്പോൾ പെട്ടെന്ന് ഡിസ്പ്ലേ തെളിയും. അപ്പൊ ഫോൺ എടുക്കണ്ട പോക്കലിടും. അപ്പൊ അങ്ങനെ എന്റെ ലൈഫിൽ നടന്ന അങ്ങനെ കോമഡി അല്ല. ഇപ്പോഴും എന്റെ ഫോണിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10-300 ഒരു കോണ്ടാക്ട് എന്റെ ഫോൺ എടുക്കണ്ട. വിളിക്കുന്ന ആരോ ഫീഡ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ മൊബൈൽ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ അടുത്ത് ഫോണുണ്ട്. അപ്പൊ നമ്മുടെ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവര് ലാൻഡ് ഫോൺ എടുത്തിട്ട് ഇവർക്ക് കോളൊന്നും വരുന്നില്ല. കോളുകൾ വരുന്നതല്ല എനിക്ക്. ആ തങ്കച്ചനെന്ന് വിളിക്കാവോ, ആ തങ്കച്ചനെന്ന് വിളിക്കാവോ, ഇങ്ങനെയായിരുന്നു. പിന്നെ പോകുന്ന സ്ഥലത്തല്ലേ ഇവര് ഫോൺ എടുത്തോണ്ട് പോകും. കല്യാണത്തിന് പോയാലും ഈ ഫോൺ അഴിച്ച് ഊരിയിട്ട് കവറിലിട്ടുണ്ട് പോകും. കാരണം വരുന്ന കോളല്ലേ ഇരിക്കല്ലേ, നമുക്കൊരു ഉപയോഗമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഫോൺ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും പോകും. അതാ വഴിക്ക് അങ്ങോട്ട് പോയി. ഈ കഥ ആരെങ്കിലും ഒന്ന് കേട്ടി കൊടുക്കണേ. ലക്ഷ്മി ചേച്ചി, എനിക്കൊന്ന് പറയാനുണ്ട്. എന്റെ ഭർത്താവ് എന്നെ സ്ഥിരം പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അതിപ്പോഴും പറ്റിക്കല്ലേ? എങ്ങനെയാണെന്നറിയോ, ഞാൻ എന്തെങ്കിലും അത് നീ ഇപ്പോഴാണ് അറിയണേ. അതല്ല, ഞാൻ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഏട്ടൻ വിളിക്കുക. വിളിച്ചിട്ട് ഉടനെ പറയും, ഹലോ ഞാൻ ഷോർട്ടിലാണ്, പിന്നെ വിളിക്കാം. കട്ട് ചെയ്തിട്ട് പോകും ചേച്ചി. നീ വീട്ടിൽ തന്നെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട്. ഈ കോമഡി ഒരു ബുക്കാക്കി തരുമെങ്കിൽ ഞാനത് ട്രെയിനിൽ കച്ചവടം ചെയ്യാം. ശരി, ഇനി നമുക്ക് റിയൽ ലൈഫിലെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കഥ കേൾക്കാം. പറയൂ മേഡം. അനു, വീട്ടിൽ എത്ര മൊബൈൽ ഫോൺ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്? ഒളിപ്പിച്ചില്ല, കുഴിച്ചിട്ടിട്ടുണ്ട്. അതെ അതെ അതെ. അമ്മയുടെ ഫോണിൽ ഞാൻ ഗെയിം കളിക്കാൻ ചോദിക്കുമ്പോൾ അമ്മ തരൂല. അമ്മ എവിടെയും കൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കും. അപ്പൊ ഞാൻ ആ ഫോണിനെടുത്ത് മണ്ണിനടി കുഴിച്ചിട്ടു. പിന്നെ ഞാൻ പിറ്റേ ദിവസം പോയി നോക്കിയപ്പോ അവിടെ കാണാനില്ല. പിറ്റേ കുഴിച്ചു നോക്കിയപ്പോഴേ അച്ഛൻ കുഴിച്ചിട്ട വാത്തി ആരെയാണ് കിട്ടിയത്. ചേട്ടൻ എങ്ങനെ അറിയാം? മകനല്ലേ സാധനം മേടിക്കാൻ വന്നത്, അതാ അവൻ കൃത്യമായിട്ട് പറയണേ. ഇപ്പൊ ലക്ഷ്മി പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്, ബോയ് ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടിട്ട് കോളേജ് കഴിഞ്ഞിട്ട് കറന്റ് ബോയ് ഫ്രണ്ട് എത്ര നാള് മുമ്പ്? ഒരു ബോയ് ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടിട്ട് ഒരു ബോയ് ഫ്രണ്ടിനെ സ്കൂളിലോട്ട് ഫോൺ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ അറിയാതെ ബാഗിൽ ഫോൺ ഇട്ടു. ഓക്കെ, സോ അന്നത്തെ ദിവസം ആരും വന്നിട്ട് എന്റെ ഫോൺ കട്ടു. അന്ന് ഒരുപാട് ഫോൺസ് വീട്ടിലും പറയാൻ പറ്റില്ല, സ്കൂളിലും പറയാൻ പറ്റില്ല, ആരോട് പറയാൻ പറ്റില്ല. ആരും എന്റെ ഫോൺ കട്ടിട്ടുണ്ട്, ലൈക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 ഫോൺസ് മിസ്സായിട്ടുണ്ട്. ഞങ്ങൾ എന്ത് വേണം പറ. വിനീഷേട്ടന്റെ മുഖത്ത് അല്ല പ്രൊഡക്ഷനിലെ അവര് ഇഞ്ചി ഇട്ട ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടൊക്കെ. എനിക്ക് ഇപ്പൊ ഈ ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, എനിക്ക് പണ്ട് ലാൻഡ് ഫോൺ ഉള്ള സമയം അയൽപ്പക്കത്തുള്ളൊരു വീട്ടിലാണ് ലാൻഡ് ഫോൺ ഉള്ളത്. ആ സമയത്ത് ഞാനൊരു പ്രണയത്തിലകപ്പെട്ടു. എന്റെ വെച്ച് കഥ അങ്കമാലിയിൽ. ഈ അങ്കമാലിക്കാരി എന്നെ വിളിക്കുന്നത് ഈ നമ്പറിലേക്കാണ് വിളിക്കുന്നത്. അവിടുത്തെ ഒരു ഞാൻ അച്ചാച്ചാന്ന് വിളിക്കണേ, അയാളെ നമ്മുടെ അച്ചാച്ചെന്ന് വിളിക്കണം. എപ്പോഴും കോള് വരും. ഞാൻ വീട്ടിൽ പോകും. പിന്നെ എവിടെയും കളിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും ഒരു പെങ്കൊച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ വിളിക്കുന്നു. നിരന്തരം വിളിയായി. പിന്നെ എടാ വാവേ, എന്നെ വാവേന്നാ വിളിക്കണം അവിടെ. അതെ, ആ പെണ്ണ് വിളിക്കണു. എല്ലാവരും കേൾക്കുക. നേരെ ഓടിച്ചെല്ലും, സംസാരിക്കും. ഇത് കഴിഞ്ഞു എൻ്റെ അച്ഛനും ഈ അച്ചാച്ചനും തമ്മിൽ ബാറിൽ കള്ളു കുടിച്ചോണ്ടിരുന്നപ്പം സീരിയസ് ആയിട്ട് ഇവർ സംസാരിക്കുക, എത്രയും പെട്ടെന്ന് അവനൊരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം, എന്നും ഒരു പെണ്ണ് അങ്ങോട്ട് വിളിക്കണ്ടെന്ന്. അച്ചായി എന്നെ വീട്ടിൽ കെട്ടിയിട്ട് തല്ലിയൊരു ദിവസം പെണ്ണുമായിട്ട് ലൈനാന്നും പറഞ്ഞു. എത്ര വയസ്സുണ്ടായിരുന്നു? ഒരു 9ാം ക്ലാസ്. ഞാൻ ഫോൺ വിളിച്ചിട്ടേ ആണുങ്ങളുടെ ബാത്റൂമിൽ കയറി പോയിട്ടുണ്ട്. സംസാരിച്ച് മെൻസ് ടോയ്ലറ്റിൽ അല്ലെ, വാഷ്റൂമിൽ കയറി പോയിട്ടുണ്ട്. എന്നിട്ട് ഡീറ്റിയോ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് വേഗം ഇറങ്ങി. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും സ്റ്റാർ മാജിക് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ മൊബൈൽ ഫോൺ റോങ് കോൾസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് പറയണേ. ഇത് സ്റ്റാർ മാജിക്. ഇനി പവർ കൂടുകയാണ് മോനെ. ഓക്കെ, സ്റ്റാർ മാജിക്കിൽ ഇനി നമ്മൾ പോകാൻ പോണേ ഗെയിമിന്റെ പേര് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ആ പേരിൽ തന്നെ ഉണ്ട് ഈ ഗെയിം എന്താണ് എന്നുള്ളത്. മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് തട്ടോ മുട്ടോ ബോളോ. മുട്ടോ ബോളോ. അത് പറഞ്ഞ വഴിക്ക് ഒരു ബോളങ്ങ് തെറിച്ചു പോയി. അതെ, ഇവിടുന്നാണോ? ഇവിടുന്നല്ല. അപ്പോ ഈ ഗെയിം എങ്ങനെ കളിക്കുന്നത് പറഞ്ഞുതരാം. മെയിൻ പ്രോപ്പർട്ടി ബോൾ ആണ്. ഒരു ടീമിൽ നിന്ന് ടോട്ടൽ 3 പേരായിരിക്കും കളിക്കാൻ വരിക. ഒരാള് അവിടെ നിൽക്കുന്നു, ഒരാൾ ഇവിടെ ഇരിക്കുന്നു, ഒരാൾ മുകളിൽ നിൽക്കുന്നു. ഓക്കെ, ആ പുള്ളിയുടെ മേലുള്ള ആ ഒരു ബാസ്ക്കറ്റ് കണ്ടോ? നമ്മുടെ ലക്ഷ്യം മാക്സിമം ബോൾസ് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് തട്ടി ഈ ബോള് മുകളിലേക്ക് എത്തിക്കണം.
ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആള്. ആ കാട്ടൻകോരി അല്ലേ? ആ കാസർഗോഡ് അങ്ങനെയാണെന്ന് കാസർഗോഡ് പറയാം അല്ലേ? കാട്ടൻകോരി. ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. ശ്രീവിദ്യയോടുള്ള ഒരു പ്രത്യേക ഇത്, കളി മൂത്ത് കഴിയുമ്പോൾ ശ്രദ്ധ മൊത്തം കളിയിലേക്ക് വരും. അപ്പോൾ ആ നിൽക്കുന്ന ബോൾ അല്ലാതെ കാട്ടൻകോരിയിലെടുത്ത് തോണ്ടി മേളിലേക്ക് എറിയരുത്. ആ ഓക്കേ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ കൗണ്ട് ഡൗൺ. പോലെ 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 പോലെ. അയ്യോ, പതുക്കെ പതുക്കെ. ഓ അനു അങ്ങനെ തന്നെ. സൈഡ് ചെരിഞ്ഞ് നിൽക്കാനോ? എത്ര സ്പീഡ്, എത്ര സ്പീഡ്. നേരെ പിടിച്ചിട്ട് അങ്ങനെ തന്നെ. ആ പതുക്കെ പതുക്കെ. പൊക്കിയിട് പൊക്കിയിട് പൊക്കിയിട്. ആ ഇല്ല ഇല്ല. ആ നേരെ പിടിച്ചിട്ട്. ആ ആ കറക്റ്റ് കറക്റ്റ്. ചാടിയില്ല ചാടിയില്ല. പൊക്കിയിട് ശ്രീവിദ്യ ശ്രീവിദ്യ. അത് തന്നെ. ആ ആ സൂപ്പർ ഡയന. അത് തന്നെ അത് തന്നെ സാധനം. എടി നേരെ മുകളിലോട്ട് ഇടണേ, നേരെ മുകളിലോട്ട്. മാറ് 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 മാറ്. പതുക്കെ ഇങ്ങനെ ഇട്. ഓക്കേ, അടുത്ത ആള് കളിക്കാൻ വരുന്നു. ആ ആ ആ ആ ആ പോക്കണമെന്ന് വെച്ചപ്പോ എടി പതുക്കെ ഇട്, സ്ലോ ഇട്. എടാ ഒരെണ്ണം വീണ് കഴിയുമ്പോ അതിന്റെ റേഞ്ച് നിനക്ക് അറിയില്ലേ? അനു ഒരെണ്ണെങ്കിലും. ആ ആ വെരി ഗുഡ് അർജുൻ ഷാ. ഡയന ആ ഡയന ഡയന എരിഞ്ഞു കൊടുക്കും മോളെ. ഇല്ല. മാറാനു മാറാനു. ആ സൂപ്പർ. വേഗം വേഗം, അവിടെ 3 വീണ്, 4 വീണ്. ആ ചേട്ടൻ മുട്ടുമടക്കിയിരിക്കുകയാണ് ഗൈസ്. ആ വിളിച്ച് വിളിച്ച്. ആ, Good job. കറക്റ്റ് കറക്റ്റ്. Team A 1 point. കൂടി പോ, കുറച്ച് സ്ലോ ഇല്ലേ? പത പത. Good job. അടിപൊളി അടിപൊളി അടിപൊളി. സൂപ്പർ തിരിച്ചേട്ടാ, അടിപൊളി. ഇത് ഇതിനകത്ത് പിടിച്ച് ഇങ്ങനെ ഇത്. ഓക്കെ. വെരി ഗുഡ്. ഓ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ. ടീം ചേഞ്ച്. പോട്ടെ 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 പോട്ടെ. ടീം മാറുക. കേറ് 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 കേറ്. അടി 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 അടി. അവൻ കളിക്കുന്നുണ്ട്, അവന്റെ കണ്ണു കേട്ടോ. മോനെ എങ്ങനെ പിടിക്കേ? നീ അവിടെ മോത്തേക്ക് എന്തിനാ? മാറ്. ഇല്ല ഇല്ല ഇല്ല, കുറച്ചുകൂടി പോകണം കുറച്ചുകൂടി പോകണം. ആ നിക്ക് നിക്ക്. ഓ എന്താ കറക്റ്റ് അത് തന്നെ അത് തന്നെ. പോട്ടെ 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 കുഴപ്പമില്ല. ആ അത് തന്നെ റേഞ്ച് അത് തന്നെ റേഞ്ച്. ആ അതല്ലടാ റേഞ്ച്. ആ ആ ആ അത് ഇല്ല. ഓ ഏകദേശം അറിയാൻ പാടില്ല. ആ വേഗം വേഗം വേഗം. ആഹാ പുള്ളി തട്ടിട്ട് പോന്നു. ഇത് മതിയടാ. ഞങ്ങളുടെ കൊട്ട നിറയാറായി. എന്നാ ഒരു 5 അങ്ങോട്ട് ഇടറാ. എന്ത് ആ, ഈ ഡയാന ചുമ്മാ നിക്കോട്ടാ. ബോള് വന്നെ കണ്ടിട്ട് തല എരിച്ചു കൊടുക്കാതെ. അടിപൊളി 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 അടിപൊളി. ഇനി ടോട്ടൽ നമ്മൾ ഇനി കൗണ്ട് ചെയ്ത് നോക്കാൻ പോവാണ് ഏത് ടീമാണ് ജയിച്ചിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ 2 ടീമിന്റെയും ഗെയിം സ്പിരിറ്റ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ടീമിന്റെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 12 points. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 7 + 1 8 points. That means ഈ ഒരു ഗെയിം കഴിയുമ്പോൾ അതിൽ ജയിച്ചിട്ടുള്ളത് ടീമിന്റെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ടീം ജസീല ആൻഡ് എന്റെ ടീം. താങ്ക് യു വെരി മച്ച് ലക്ഷ്മി, ഞങ്ങളുടെ സപ്പോർട്ട് തന്നതിന്. അയ്യോ താങ്ക് യു, എനിക്ക് വേണ്ട. അപ്പോ ഒരു ഡോസിന്റെ കുറവുണ്ട് എന്ന് ഇവിടെ ഉള്ളവരിങ്ങനെ പറയാ. അത് പറയുന്നവർ ഇവരാണ്, കാരണം ഡോസ് കൊടുക്കാൻ പോകുന്നത് നിങ്ങളാണോ? ഓ അതായത് ഈ എപ്പിസോഡിൽ ജയിച്ചത് നിങ്ങളും തോറ്റത് ബിനുവോട് മലയുടെ ടീം. ഓക്കെ ശരി, കൂടുതൽ ചോദ്യവും പറച്ചിലൊന്നുമില്ല. ആർക്കാന്നുണ്ടെങ്കിൽ വരാം. ഈ കൂട്ടത്തിൽ ബുദ്ധിയില്ലാത്തായിരിക്കാ. നിനക്ക് അടിക്കേണ്ടി വരും. നിനക്കടാ മൃദുല വരുമോ? മൃദുല എനിക്ക് ബുദ്ധിയില്ല എന്നാരാ പറഞ്ഞേ? ആ ബുദ്ധിയില്ലാത്തവൻ. ആ ഒരു കുസൃതി ഉണ്ട്. ഏ നിനക്കോ?
വയസ്സാം കാലത്തും കുസൃതിയോ? ഇത് ഇടയിൽ കയറി സംസാരിച്ച അതിന്റെ ഒരു ഫ്ലോ പോവും. അല്ലല്ല, ഞങ്ങൾ ചേട്ടന്റെ കുസൃതി ഞാൻ കണ്ടതാ നേരത്തെ ഗെയിം കളിക്കുന്നതിന്റെ ഇടയ്ക്ക്. ഞങ്ങൾ കണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടു ആ കുസൃതി. അല്ല അത് മൃദുലേ കണ്ടുള്ളൂ, മൃദുല മാത്രമേ കണ്ടുള്ളൂ. അതെ, ഞാൻ മാത്രം. അതല്ലേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയൂ ചേട്ടെ. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുന്ന കുരങ്ങൻ. അപ്പൊ ഇനി എനിക്ക് എപ്പോഴും സംസാരിക്കാം. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ കുറച്ച് ആർട്ടിസ്റ്റുകളെ വെച്ച് ഉപമിച്ചാണ് സംസാരിക്കുന്നത്. വിളിച്ചോ. അടിമാലിയുടെ മകനാണ് ഉല്ലാസേട്ടൻ. നല്ല ഉപമ. അനുവിന്റെ സഹോദരനാണ് ഉല്ലാസേട്ടൻ. ആ, ഓക്കെ അല്ലേ? ആ. പക്ഷേ ഏ? അനുവിന്റെ അമ്മയാണ് ലക്ഷ്മി. ഓക്കേ. അപ്പൊ അടിമാലിയുടെ ആരായിട്ട് വരും? ലക്ഷ്മി ഭാര്യ. എല്ലാവർക്കും അറിയാം. ഞാൻ പറയട്ടെ? ക്ലോസ് കിട്ടാൻ വേണ്ടി ചോദിച്ചതാ. സത്യത്തില് ഇതാർക്കാ ഭ്രാന്ത്? ഇറങ്ങണ ഞങ്ങളെ ഫ്ലോറിൽ നിന്ന് ഇറങ്ങണ. മനസ്സിലായിട്ടില്ല ഇപ്പോഴും? ഏ? നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലേ? നമ്മള് പറഞ്ഞ ആൻസർ അല്ലേ? അതെ അതെ, ഭാര്യയും ഭർത്താവുമാണ് നിങ്ങൾ തമ്മിൽ. ഉപമയുണ്ടോ? തമാശക്ക് പോലും പറയല്ലേ, ഓക്കേ, അടിച്ചോട്ടെ. എടുക്കും. ഒരു കുടുംബമുണ്ട്. 5 വർഷമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തായിരുന്നു നിന്നോട്. സീരിയസ് ആയി ഞാനല്ലല്ലോ. അയ്യോ ഉപമയാണ് ഉപമ. അയാളെ കല്യാണം കഴിച്ച അയാൾക്ക് 2 മക്കളുണ്ട്. ഈ വെറുതെ ഒരു കാര്യമില്ലായിരിക്കും. നീ എന്റെ പേര് പറഞ്ഞില്ലല്ലോ. നീ എന്തിനാ 3 മക്കളുടെ കാര്യം ഇവിടെ പറഞ്ഞേ? ശരി, എനിക്ക് 4. മനസ്സിലായി മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായി. റെഡി, 1 2 3. എന്തെങ്കിലും പറയണ്ട. ഏട്ടായി വച്ചിട്ടുണ്ട് ഏട്ടാ, എന്റെ ഏട്ടൻ വരട്ടെ. കെട്ടിയനോട് പോയി പറഞ്ഞാ മതി. ഞാൻ പറയും. ഏട്ടൻ ഇവിടെ വന്ന് പൂര അടിയും കൊണ്ടോണ്ടാ പോയെ. അജൂബ് ഷാ. ജെസ്സിയിലേക്ക് അടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെടുത്തേക്കാം. വരുന്നു മണ്ടവിളയാട്ടം. റെഡി, 1 2 3 ഗോ. അത് മേളിലെ ബാ ബാ ബാ. You are wrong. Come here. അല്ല വെള്ളല്ല. മേളില് മോളെ മോളെ വാ, വന്ന് നിന്നോടുക്ക്. അടുത്ത കാലത്ത് ഇത്രയും വലിയൊരു അടി ഓടരുത്, അർപ്പിക്കരുത്. ഇവിടെ നിൽക്ക്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ജെസ്സിക്ക് വേദന എടുക്കില്ല. ഇതെന്താ? ആ കുട്ടി മോശം കാണിക്കരുത്. തിരിക്കും കൂടെ നിൽക്ക്. ഇത്രയും വലിയൊരു ചാമ്പ്യൻ ഇങ്ങനെ പേടിയോ? ഓടിയാൽ വേദന എടുക്കില്ല അല്ലേ? ഓടില്ല. വേദന എടുക്കില്ല. 1 2 3. ദൈവമേ. റെഡിയാ വരൻ. വേണ്ട. അയ്യോ, വേണ്ട പോരെ. തങ്കച്ചന്റെ ഒരു കോമഡി ഇപ്പൊ കാണാം. ശോഭയുടെ പുറകിലേക്ക് മറയുന്ന ഒരു കോമഡി. നോക്കൂ. എടി, സോബയുടെ പുറകിൽ 3 തുപ്പ് തുപ്പിക്കേ. ചേച്ചി അവിടെ ഇരുന്ന് പെരിച്ചഴി കാണാനില്ല. അത് കപ്പ എടുക്കാൻ പോയതാ. അപ്പുറം ജംഗ്ഷനിൽ കപ്പ ഇറക്കിയിട്ടുണ്ട്. ചേച്ചി പാവം ചേച്ചി. അപ്പൊ ഇന്ന് അടിക്കണ്ടാനു. അല്ല, അതങ്ങനെ പറയരുത്. നമ്മൾ കഷ്ടപ്പെട്ട് ജയിച്ചതല്ലേ, കളിച്ച് ജയിച്ചതല്ലേ. അനു എന്നെ അടിക്കുന്നതായിരിക്കുമല്ല. എന്തേട്ടാ അടിക്കുന്നില്ലേ? അടിക്കുന്നു. കഷ്ടമെന്ന് പറയുന്നവരോ അടിക്കോ? അങ്ങനെയല്ല, അല്ലെങ്കിൽ ഉല്ലാസം എന്നെ വഴക്ക് പറയും. എന്ത് ചെയ്യാനാ? വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഗെയിമിനകത്ത് നടന്ന എന്താണെന്ന് ഞാൻ ഇവിടെ പറയും. എന്ത് ഒന്നും നടന്നില്ല. അവിടെ നിന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അടിച്ചിട്ടേ പോകും. കഴിഞ്ഞ എപ്പിസോഡിൽ അതിനകത്ത് ആ ബലൂണിന്റെ അകത്ത് പോയതും അതിനകത്തുള്ള സംഭവങ്ങൾ ഞാൻ പറയും. അടിച്ചാ പിന്നെ അങ്ങനൊന്നും എല്ലാവർക്കും അറിയാം. അതിന് ക്യാമറ അയ്യോ, സ്കിറ്റ് കഴിഞ്ഞില്ലേ? റെഡി, 1. ഓക്കേ, അന്തസ്സുള്ളൊരടി നന്നായിട്ടുണ്ട്. ചേട്ടാ സീരിയലിൽ അടി അടിപൊളിയായിരുന്നു. തന്നില്ലല്ലോ. തങ്കുനെ കൈ ധരിക്കണല്ലേ? എന്റെ കൈ ധരിച്ചു വയ്യ. ഏതെങ്കിലും ചാൻസ് തരണേ. നിനക്ക് കിട്ടിയതല്ലേ, നിനക്ക് പോയിക്കൂടെ? കാരണം എനിക്ക് തിരിഞ്ഞു പോയപ്പോഴേ ഒരടി കൊടുക്കാൻ കൊതിയാവണ്. ചേട്ടാ, ഒരടിയെ തരത്തുള്ളൂ. ഇന്നലത്തെ പോലെ 4 5 ഒന്നും ചോദിച്ചു വാങ്ങിക്കരുത്. ഇല്ല ഒരെണ്ണം കൊടുത്താൽ മതി. റൂമിൽ ചെന്ന് വേറെ അടിയുണ്ട് പുള്ളിക്ക്. അത് റേഷൻ ഭാഗം അടിമാലി. ഇത്രയും മോശമായ ഒരു റേഷൻ നല്ല വേദനയായിരുന്നു. എടാ, നല്ല വേദന സാധനത്തിന്. എവിടെ? സൂപ്പർ. ഓക്കേ, സുമേഷ്, നിന്റെ കന്നിയടി എങ്ങനെയുണ്ടോ നോക്കട്ടെ. ആരുടെയെങ്കിലും കന്നടിയാണ്, ചമ്മന്തിയും വേണം കേട്ടോ. ചേട്ടാ, അടിക്കണോ? എനിക്ക് അടി തന്നപ്പോഴേ എന്നെ ഒറ്റ കൊടുത്ത ടീം നമ്മുടെ ടീമിലുണ്ടായിരുന്ന ഡയാനയാണ്. ചേട്ടാ, ആ രഹസ്യം വിളിച്ചു പറഞ്ഞത്. ഏത് രഹസ്യം? ആദ്യമായിട്ട് അടി വേദന ഉണ്ടെന്ന് ഞാൻ ചോദിച്ചില്ലായിരുന്നോ? ചേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ഒരുമിച്ച് സ്കിറ്റ് പെർഫോം ചെയ്യാനുള്ളതാണ്. Okay. ചേട്ടന്റെ മനസ്സിന്റെ വലിപ്പം അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ ശിക്ഷ ഒഴിവാക്കാം. ഇവിടെ അതിനുള്ള വകുപ്പുണ്ട്. ഇല്ല, ആദ്യത്തെ തല്ലായതുകൊണ്ട് ഇത് ആഘോഷിക്കണം. ആഘോഷിക്കണം. നീ നിന്റെ ആദ്യത്തെ ലൈഫിലെ ആദ്യത്തെ അടിയാണിത്. അതെ അതെ. ചേട്ടാ, നിങ്ങളെ ഞാൻ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാവോ? എങ്ങനെയാ കാണുന്നത്? എന്നെ ഒന്ന് പറയൂ. അതായത് ലക്ഷ്മി, ഈ ഫ്ലോറിൽ ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ആർട്ടിസ്റ്റ്. ലക്ഷ്മി പറയുന്ന പോലെ ട്രൂ ആർട്ടിസ്റ്റ്.
പിന്നെ നമ്മുടെ വീട്ടില് നമ്മുടെ ഒരു കാരണവരെ പോലെ, ഒരു മുത്ത ജ്യേഷ്ഠനെ പോലെ, ഒരു അച്ഛനെ പോലെ, അമ്മാവനെ പോലെ ഒക്കെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ അടി ആഘോഷിക്കും. ആഘോഷിക്കണ്ട, നീ ആഘോഷിക്കും. ഞാനൊരു പാട്ട് പാടിയാലോ? എല്ലാരും നല്ല കൈയടിക്കും. നല്ലായിരിക്കും. आज में कभी है रात न गुजरे, मोहब्बत का हर एक लम्हा, मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे. बड़ी माशा अल्लाह का है अब्दुल्ला, तेरे जलवा सुभान अल्लाह, कभी शबनम कभी जोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. तू बड़ी माशा अल्लाह का है अब्दुल्ला, तेरे जलवा सुभान अल्लाह, कभी शबनम कभी जोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. വേണ്ട പാടില്ല. എപ്പോഴും ഇത് ആവർത്തിക്കല്ലേ. ഗംഭീരായിട്ട് പാടി. എന്റെ ശബ്ദം അടഞ്ഞിരിക്കായിരുന്നു. അല്ല ശബ്ദം അടഞ്ഞൊന്നുമില്ല. നല്ല വൃകയൊക്കെ പക്കയായിട്ട് നല്ല ഭംഗിയായിട്ട് പാടി. പാട്ടിന്റെ എപ്പോഴും മൃഗം വന്നു പറഞ്ഞു. നീ അടുത്തിരിക്കണോണ്ട് ഞാൻ പറഞ്ഞ പാട്ടൊക്കെ നല്ല രീതിയിൽ നിൽക്കുകയാണ്. ഇത് പറഞ്ഞ മോശാവും. പാട്ട് അടിച്ച് പൊളിക്കണം. അയ്യോ എന്റെ ടീമല്ലേ ഇത്? സോറി ഇപ്പോഴും ഇവിടെ എപ്പോഴും ആ ടീമല്ലേ? ഞാൻ അറിയാതെ പറഞ്ഞു പോയി. ഓക്കെ ആ ദുഷ്ടാ പതുക്കെ തന്നോട്ടോ ഞങ്ങളുടെ കൊച്ചിനെ. റെഡി സുമേ 1 2 3 ഗോ. പാട്ട് അടിച്ച് പൊളിച്ചു. അതല്ല, ഇന്നലെ വന്ന സുമ 5 വർഷം പഴക്കമുള്ള നമ്മുടെ കുട്ടിയെ അയ്യോ സ്ട്രോങ് ആയിരുന്നല്ല. ഇവൻ ഇത്രയും നാള് നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് ചാട്ടയുടെ ലെവലൊക്കെ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അടിക്കുന്നില്ല. കല്ല് ഷാപ്പിലെ മാവൻ വരെയാണ്. എനിക്ക് വയ്യ പാപം വലിച്ച് തലയിൽ വെക്കാൻ. അളിയ അടിക്കാണെങ്കിൽ ഇരിക്കലിയ, ഇത്ര നേരം വെറുതെ ഇരിക്കലായിരുന്ന. ഇവനെ തന്നെ നല്ല ഉല്ലാസേ. പേരിന് മാത്രം പ്രശസ്തിക്കല്ല. പ്രശസ്തി ഇല്ല, പ്രശസ്തി വേണ്ട. ഞാൻ ആലോചിക്കണ ഇത്ര കറക്റ്റ് ഡ്രസ് എങ്ങനെ കിട്ടുന്നു. റെഡി 1 പിള്ളേരെ തല്ലി എന്ന് പറയണല്ലേ? നീ പറഞ്ഞില്ലേ പിള്ളേരെ പിടുത്തക്കാരെന്ന് പറയത്തില്ല. പറഞ്ഞില്ലേ? ഈ 14 ലോകത്തിനും അധിപതിയായി ലങ്കേതിവനെ വെല്ലുവിളിക്കാൻ ചങ്കൂറ്റമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. ഒരു സമാധാനം. ആശാനെ ഞാൻ കൃത്യമായിട്ട് എത്തിക്കൊള്ളാം. 8 മണിക്കല്ലേ ബാലേ? 7 മണിക്ക് ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ അപ്പോഴേ 7:30 അവിടെ എത്തും. അല്ല 5 തലയും ഞാൻ കൊണ്ടുവരും. 10 തലയും കൊണ്ടുവരും. കഴിഞ്ഞ പ്രാവശ്യം കണക്കല്ല, 10 തലയും കൊണ്ടുവരും. ഞാനത് തലയെ വെച്ചോണ്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക, ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുക. ഇല്ല മറക്കത്തില്ല. വിളിക്കാം ഞാൻ. രതിമോളെ എവിടെയാ? അതെ എനിക്കിന്നൊരു ബാലയുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ നീ പേടിക്കണ്ട. ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളെ ഡൈവേഴ്സ് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ശരിയാക്കി വെച്ചേക്കുക. മിക്കവാറും ഇന്നോ നാളെയോ അവള് ഇതിനകത്ത് ഒപ്പിടും. പിന്നെ നമ്മൾ രണ്ടും കൂടെ അയ്യോ സോറി അപ്പൊ ഞാനും കൂടെ എത്തിക്കോളാം കേട്ടാ. നീ എന്തിനാ സല്യൂട്ട് ചെയ്തേ? പനിയുണ്ടോ നോക്ക. ആരവൻ? ആരാവനാ സാറേ ഇവന്മാരൊക്കെ? ഇതൊക്കെ അല്ലേ ഇവന്റെ കയ്യിലിരിപ്പ്. ഇവനൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല. ഒരു സെക്കൻഡിന് എന്താ സാറേ ഈ അടുത്ത കാലത്തോട്ട് ഞാൻ പറയുന്ന ഒന്നും പി സിക്ക് മനസ്സിലാവുന്നില്ല. ആണോ? പിന്നെ കോമഡി കലർന്ന ചില ആൻസറുകളും ഒക്കെ വരുന്നുണ്ട്. അത് ശരിയല്ല. നോക്ക്, ഞാനാണ് എസ് ഐ. ആണോ? ഞാൻ അങ്ങോട്ട് പറയും, അത് മാത്രം കേട്ടാ മതി. അപ്പൊ ഓക്കെ ആണല്ലോ.
സാറേ നിങ്ങളവിടെ മിങ്കിൾ ചെയ്യല്ലേ? അതെ. ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. ഇങ്ങോട്ട് വരടാ. ഇവൻ ആരാണെന്ന് ഞാൻ ചോദിച്ചത്. സാറേ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയപ്പോ അവൻ അവിടെ കിടക്കായിരുന്നു. അത് ശരി, KSRTC ബസ്സായിരുന്നോ നീ? അയ്യോ അങ്ങനെ പറയല്ലേ സാറേ, ആരെങ്കിലും എന്നെ എടുത്ത് ഓടിക്കും. എന്റെ സാറേ അങ്ങനെയല്ല, ഇവൻ ഒരു ഒന്നാന്തരം ഞരമ്പ് രോഗിയാണെന്ന്. ഞരമ്പ് രോഗിക്ക് അങ്ങനെ ഗ്രേഡ് ഒന്നും കൊടുക്കരുത്. 1ാം തരം 2ാം തരം അല്ലല്ല, ഞരമ്പ് രോഗി മാത്രം. അങ്ങനെയല്ല സാറേ, ഇവൻ ഒരു വൃത്തികെട്ട ഞരമ്പ് രോഗിയാണ്. ഞരമ്പ് രോഗികളെല്ലാം വൃത്തികെട്ടവന്മാരാ. നീ ഞരമ്പ് രോഗിയാണോടാ? ഇല്ല, എനിക്ക് കുര്യാക്കോസിന്റെ പ്രശ്നമുണ്ട്. കുര്യാക്കോസോ? അല്ല, കാൽ വെരിക്കോസിന്റെ. വെരിക്കോസ് എന്ന് പറഞ്ഞ ഞരമ്പ് രോഗമല്ലേ, അതിനൊക്കെ പിടിച്ചോണ്ട് വരേണ്ട കാര്യമുണ്ടോ? എന്റെ പൊന്ന് സാറേ അങ്ങനെയല്ല, ബസ് സ്റ്റാൻഡിലെ അവൻ പെണ്ണുങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു. സാറിനറിയോ, അവൻ എന്റെയും വീഡിയോ ഷൂട്ട് ചെയ്തു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ? ആവശ്യമില്ലായിരുന്നു, അത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഒറ്റ കീറോച്ചെന്നാണ്ടല്ലോ. ഞാൻ നമ്മുടെ സമൂഹത്തെ സ്ത്രീകളുടെ നഗ്നമായ നന്മകളെ ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാനാണ്. നഗ്നമായ നന്മകളെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സാറേ. വീഡിയോ എടുത്താൽ ഞാൻ നോക്കട്ടെ. വീഡിയോയിലട്ടെ സിഗരറ്റ് ഉണ്ട്. ഞാൻ കോമഡി പറയാൻ നിന്നുണ്ടല്ലോ, അതും കഥയിലില്ലാത്തതും. സാറേ നമുക്ക് തെറ്റുപറ്റി, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇതിനകത്ത് കണ്ടോ, ഇവൻ മദ്യപിച്ച് ആടി നടക്കുന്ന പെൺപിള്ളേരുടെ പടങ്ങൾ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നോക്ക്, അപ്പം എന്തോ നന്മ ആൾക്കാരിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. മദ്യപിച്ച് നടക്കുന്ന സ്ത്രീകളുടെ വീഡിയോ അല്ല ഷൂട്ട് ചെയ്തത്, ഇവൻ മദ്യപിച്ചിട്ട് ആടി ഷൂട്ട് ചെയ്തതായത്. ഇങ്ങനെ കണ്ടോ? നീ കഴിച്ചിട്ടുണ്ടോടാ? ഞാൻ രാവിലെ ഇച്ചിരി ഉപ്പുമാവും പഴം കഴിച്ചു സാർ. ഏത് പഴം? നേന്ത്രപ്പഴം. മോറീസ്, അതാ നല്ലത്. മോറീസിനൊരു ചവർപ്പ സാറേ എനിക്ക്. നീ കുടിച്ചിട്ടുണ്ടോന്ന്? പിന്നെ ഇത് ഇത്രയും കഴിക്കുമ്പോ പിന്നെ എന്തെങ്കിലും കുടിക്കണ്ടേ സാറേ? തൊണ്ണയിരുന്നാ മതിയോ സാധനം? പിന്നെ സാറ് ചോദിച്ചതേ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ഓ, ഞാൻ മദ്യപിച്ചു സാറേ. സംഭവം എന്നാ വെച്ചാൽ എന്റെ കൂട്ടുകാരൻ ഞാനോട് ഒരു സാധനം ഷെയർ ഇട്ട് മേടിച്ചു. അവൻ ഷെയർ തന്നില്ല. ഒറ്റയ്ക്കടിക്കണ്ടോന്ന് എനിക്ക് പൂസായി പോയി. ഒറ്റ ഇടിക്കെല്ലാം കൂടെ പുറത്ത് ചാടും. അതിന് അവന്റെ ഷെയർ കുടിക്കാനാ. യവനെ ശരിയാവത്തില്ല. ഇവനെ ഞാൻ കഥാപാത്രമായിട്ട് നിന്നെങ്കിൽ മാത്രമേ യവൻ എന്നെ പിടികെട്ടത്തുള്ളൂ. എനിക്ക് അവനെ തല്ലാൻ പറ്റത്തുള്ളൂ. എന്റെ സാറേ, അപ്പൊ ഇന്ന് അടിച്ച സാധനം ഞാൻ സ്ഥിരമായിട്ട് അടിക്കുന്നുള്ളൂ. അത് സാധാരണ ഞാൻ 2 അടിച്ചു കഴിഞ്ഞാൽ 2ആയിട്ടാണ് കാണാറ്. ഇതിപ്പോ 10 കാണുന്നു. കിടുക്ക സാധനം. 10 കാണുകയല്ല, ഇത് ഒറിജിനലാണ്. 10 ഉണ്ട്. 10 ഉണ്ടെങ്കിൽ ഇതിനകത്ത് 10 തൊപ്പി വരണ്ടേ? അതിനകത്ത് നിങ്ങൾക്ക് സല്യൂട്ട് അടിക്കണ്ട സാറേ. സോറി. അവിടെ അല്ല, ഇവിടെ. സോറി. ഇവിടെ പറയാണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കേ. അതെ അതുകൊണ്ടാണ് ഈ പിള്ളേര് കൊഞ്ഞനം കൊത്തിക്കൊണ്ടിരിക്കുന്നത്. സാറേ അവന്റെ പേര് ചോദിക്കും സാറേ. എന്താണ് എന്റെ പേര്? എന്റെ പേര് രതീഷ്. എന്റെ അച്ഛന്റെ പേരെന്താ? രസലയകുമാർ. എന്റെ അമ്മയുടെ പേരോ? ലയകുമാരി. സാറേ ഫാമിലിയിൽ മൊത്തം പേര് കേട്ടിട്ടേ എന്തോ എല്ലാം കൂടെ ഒരു അഴകുഴഞ്ഞ മട്ടുണ്ടല്ലോടാ. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലടാ നിനക്ക്? അത് എഴുതുമ്പോൾ മാത്രമുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പറയുമ്പോ ഇല്ല സാർ. ഞാൻ ഒരു കാര്യം ചെയ്തേ, ഇത്രയും പറഞ്ഞ ഈ മേഡത്തിന്റെ പേരെന്താണ്? നിങ്ങളെ പോലെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പേരൊന്നല്ല. ക്ലാര. നമ്മുടെ ഈ സിറ്റുവേഷനിൽ ആരോ ക്ലാപ്പ് ചെയ്യുന്നു. ക്ലാപ്പ് അടിച്ചല്ല, എന്തോന്ന് ക്ലാര ഇത്? ഒരു പോലീസ് സ്റ്റേഷനല്ലേ? അല്ല സാറേ, എന്റെ മൂടൊന്ന് മാറിപ്പോയതാ. എന്താടാ? എന്റെ മൂഡ് മാറുന്നില്ല സാർ, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു.
എന്റെ ശരിക്കറിയത്തില്ല, പറഞ്ഞോട്. അതെ സാറേ, നീ ഉദ്ദേശിക്കുന്ന ആളല്ല. അത് ശരി, ഇത് വേറെ ഏതോ തണ്ടിയാണത്. അയ്യോ, അങ്ങനെയല്ല. സാർ ഒരു SI മാത്രല്ല, ഒരു ബാലയക്കാരൻ കൂടിയാണ്. ആലേ അതിങ്ങനെയല്ല. This is wrong. നാനാ, മണ്ടനാ, പൊട്ടനാ, this is wrong. ഇതാണ് ബാലെ. എടാ അത് നടൻ ബാലെ, ഇത് ബാലെ നടൻ. ശരി, ബാലക്കാരനായിരുന്നാ? നീ എന്റെ ബാലെ കണ്ടിട്ടുണ്ടോ? ഞാൻ സാറിന്റെ ബാലെ കണ്ടിട്ടില്ല സാർ. അതെന്താ കാണാത്തെ? കാണാം. എവിടെ പോയി കാണും? ഞാൻ സാർ എവിടെയാണുള്ളത് അവിടെ ഒന്ന് കാണാം. എവിടെ ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല, പിന്നെ ഈ കാണാന്ന് പറഞ്ഞ കള്ളമല്ലേ? എന്റെ ദൈവമേ, ഈ ഭ്രാന്തന്റെ ബാല എപ്പോഴെങ്കിലും കാണാൻ പറ്റണേ. എങ്ങനെ? ഞാൻ കാണാം സാർ. അവനെ അകത്താക്കണ്ട, അതിനു മുമ്പ് എന്റെ ബാലയുടെ ഒരു പീസ് അവനെ കാണിച്ചു കൊടുക്കാം. അയ്യോ സാറേ, അതാണോ ശിക്ഷ? അതെന്താ അങ്ങനെ? ബാല എത്ര മോശമാണോ? അല്ല അങ്ങനെയല്ലേ സാറേ, കുറച്ച് കൂടി പോയില്ലേ? ഒട്ടും കൂടി പോയിട്ടില്ല. നീ എന്റെ ബാലയുടെ ഒരു പീസ് കാണണം. സാറിന്റെ ബാലയിൽ പീസ് ഉണ്ടോ? ഞാനേ വേണ്ട, തിരിഞ്ഞു പോയി സാർ. സാറിന്റെ മൂഡ് മാറിയെന്നു. അതെ, ലങ്കാധിപതിയെ കൊട്ടാരം ആക്രമിക്കാൻ ശത്രുക്കളോ വിഭീഷണ, കുംഭകർണ, മേഘനാഥ കടന്നു വരൂ. വിഭീഷേ, എടാ കുംഭ സാറ് വിളിക്കണ. എടാ വിഭീഷണ, എടാ ഒരാളെ വിളിക്കണം നമ്മളടാ. സാർ ഇത് പോലീസുകാരാണോ? പോലീസുകാരല്ല, എടാ ഇതൊക്കെ എന്റെ അനിയന്മാരാ. സ്വന്തം അനിയന്മാരാണ് ഒരു ചേട്ടൻ വിളിച്ചിട്ട് വിളിയാക്കാത്തെ. അയ്യോ, എടാ കുംഭ, എടാ കഥാപാത്രങ്ങൾ അവരൊക്കെ രാവണന്റെ അനിയന്മാര്. ഓ അങ്ങനെ. അപ്പൊ നിനക്ക് ഒറിജിനലായിട്ട് അവന് തോന്നിയില്ലേ? നിനക്ക് ഒറിജിനലായിട്ട് തോന്നിയില്ലേ? അതാണ് എന്റെ. എങ്ങനെയുണ്ട് എന്റെ അഭിനയം? എങ്ങനെയുണ്ടായിരുന്നു? കിടിക്കുന്നുണ്ടാ? പോരാ. എന്നാ പിന്നെ നീ ഒന്ന് അഭിനയിച്ച് കാണിക്കടാ. അല്ല സാർ, ഞാൻ ഇല്ല, നീ ഒന്ന് അഭിനയിച്ച് കാണിച്ച്. ഞാൻ അങ്ങനെ ചെയ്യണമല്ല സാർ. ഞാൻ പറഞ്ഞുതരാം. ഈ 14 ലോകത്തിനും അധിപതിയായ ലങ്കാധിപതിയെ ഈരേഴ് 14 സാർ. ഈരേഴ് 14 ലോകത്തിനും അധിപതിയായ ലങ്കാധിപതി. 14 ലോകത്തിനും. രോഗം പനിയുണ്ടേ. രോഗത്തിനല്ലേ? അല്ല, രോമം. എടാ ലോകം. 14 ലോകത്തിന്റെ അടിപിടി സംഭവം വേറെ അല്ല സാർ. ഇത് ഇവിടെ ഒരു മനുഷ്യൻ ഡയലോഗ് പറയാൻ കഷ്ടപ്പെടുമ്പോ അവിടെ നിന്നുകൊണ്ട് ഇളിച്ചോണ്ടിരിക്കുന്നത്. നിനക്ക് തോന്നിയോ? എനിക്ക് തോന്നി. ഇതുപോലെ നാടകം ഞാൻ തുടങ്ങുന്ന സമയത്ത് എന്നെ മുന്നിലിരുന്ന് പലരും പരിഹസിച്ചിരിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല. പ്രതികരിക്കണം. 7 രോമത്തിനും 13 ഇപ്പറ ഇരുന്ന് കളിക്കണ്ടല്ലോ ആരുണ്ട്? ഇതെന്നാ? അവനും ചിരിച്ചു സാർ. പുച്ഛിക്കുകയാണ് സാർ. അങ്ങനെ പുച്ഛിക്കുന്നവരെ വെറുതെ വിടരുത്. നമ്മളെ കലാകാരന്മാരെ മുളയിലെ നുള്ളാൻ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ആരാ നീ മുളയിൽ മുള്ളണേ? മുളയിൽ മുള്ളുന്നവരല്ലടാ. നമ്മുടെ ജീവിതത്തിൽ മുളയിലെ നമ്മുടെ കലാജീവൻ നുള്ളുന്നവരുണ്ട്. അവന്മാരോട് ഞാൻ സഹിക്കില്ല. നീ സഹിക്കരുത്. അവരെയൊക്കെ വെട്ടി വീഴ്ത്തണം. 14 ലോകത്തിനും ഇത് മൊത്തം ചിരിക്കുക സാർ. എന്റെ അടുത്ത കളി. ഒരു തലയും കൂടെ. അതെന്റെ സ്വന്തമാണ് സാർ. എനിക്ക് രസിക്കാനുള്ള തലയാണ് സാർ അത്. നിന്റെ സ്വന്തം തലേ? അതെ. അപ്പൊ പിന്നെ ഇതോ? ഇത് സാറിന്റെ രാവണന്മാര്. അയ്യോ, അപ്പൊ ഇന്ന് 8 മണിക്ക് ബാല കളിക്കണ്ടേ? 8 മണിക്ക് എനിക്ക് ആശങ്കയൊക്കെ ബാല കളിക്കാൻ. അതാണോടാ നീ നശിപ്പിച്ചോണ്ടിരിക്കുന്നത്? സാറല്ലേ പറഞ്ഞ മുളയിൽ മുള്ളണം, കള അടിച്ച് തകർക്കണം എന്നൊക്കെ പറഞ്ഞു. അയ്യോ, അപ്പൊ ഞാൻ എങ്ങനെയാടാ ബാലയെ കളിക്കാൻ പോകുന്നത്? എന്റെ എല്ലാം നഷ്ടപ്പെട്ട്. സാറേ, ആൾക്കാർ വരുന്നതിന് മുന്നേ ഇവിടെ ഓടുന്നതായിരിക്കും നല്ലത്. അവരിങ്ങോട്ട് വരുമല്ലേ? പിന്നെ ഉറപ്പായിട്ട് വരില്ലേ? നാടകം മുടിഞ്ഞാല് അതിനുമുമ്പ് രതികുമാരിയെ വിളിച്ചിട്ട് അവളെ കൊണ്ട് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. അതെ. ഹലോ രതിമോളെ. ഹലോ. അതെ, എന്റെ ബാലെ പൊളിച്ച്. എനിക്കിനിപ്പോ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആശാനൊക്കെ വന്ന് എന്നെ തല്ലും. നമുക്ക് എങ്ങോട്ടെങ്കിലും അങ്ങ് പോവാം. ഞാൻ അങ്ങോട്ട് വരാം. രതിമോൾ എവിടെ നിൽക്കുന്നേ? അല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് ചിക്കു. ഞാൻ ഇപ്പൊ തന്നെ വരാം. അതെ, ഇവിടെ ഒരു പ്രതിയെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന്. അപ്പൊ അവനെ ലോക്കപ്പിലാക്കിയിട്ട് നല്ല 2 കീറും കൊടുത്തിട്ട് ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. അല്ല, അയാൾ പാവമല്ലേ? അയാൾ പാവം നിനക്കെങ്ങനെ അറിയാം? ഞാനൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആണോ? അതെ. എവിടെ വെച്ച് കണ്ടായിരുന്നു? ഞാൻ സുഭാഷ് പാർക്കിൽ വെച്ച് കണ്ടായിരുന്നു.
ഛേ അല്ല അതെ. എന്നിട്ട് ഐസ്ക്രീം മേടിച്ചു തന്നു. പക്ഷെ അങ്ങനെ ഒരാളല്ലല്ലോ ഇവിടെ കൊണ്ടുവന്നപ്പോ ഉണ്ടല്ലോ, അവനൊരു സ്ത്രീ നമ്പറിനാണ്. ആ സ്ത്രീകളെ ഷൂട്ട് ചെയ്യുന്ന രതി ഗതിയായി പോയതാണ്. ഇത്രയും നാള് ഫോണിൽ കൂടെ എന്നെ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന രതി സാർ ഇങ്ങോട്ട് തന്നതിന് നല്ല റിപ്ലൈ ഞാൻ തന്നേ ഉള്ളൂ. എന്റെ ഭാര്യ എന്നിൽ നിന്ന് അടർത്തിയെടുത്ത് ഡൈവേഴ്സ് വരെ കൊണ്ടെത്തിച്ച രതി മിടുക്കിയ ഞാൻ. ശരിക്കും നിന്റെ പേരെന്താണോ? എന്റെ സാറേ, എന്റെ ശരിക്കും പേര് രതീഷ് എന്നാ, പക്ഷെ എന്റെ ലേഡി വേർഷനാ രതി. അപ്പൊ എന്തായാലും സ്റ്റാർ മാജിക്കിന് ഇന്നത്തെ രസകരമായിട്ടുള്ള ചിരിക്കാഴ്ച ഇവിടെ തീർന്നിരിക്കുകയാണ്. നന്നായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ ഉറക്കം അടിപൊളിയാവും, സുഖാവുന്നാണ് പറയാ. അപ്പൊ എന്തായാലും വേഗം ഇനി കൂർക്കം വലിച്ച് മൂടി പൊതിച്ച് ഉറങ്ങിക്കോളൂ കേട്ടോ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. സെയിം ടാറ്റാ ബൈ, ഗുഡ് നൈറ്റ്.